അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഈ മഹനീയമായ സദസ്സ് പരിപൂർണ അർത്ഥത്തിൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാഥനായ റബ്ബ് വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. സർവ്വവിധ വ്യാധികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, ഉറ്റവർ, ഉടയവർ, നമ്മുടെ മഹല്ലുകളുടെ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മോമിനീങ്ങൾ, അല്ലാഹു എവർക്കും പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. സർവോപരി നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു എത്ര താല്പര്യത്തിലിരിക്കുന്നു അതേപോലെ നാളെ സ്വർഗത്തിൽ ഇരിപ്പിടം നസീബാക്കുമാറാവട്ടെ. ഖൈറു ബറകാത്തുൽ അല്ലാഹു ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ആദ്യമായി സൃഷ്ടിച്ചതാകുന്ന വ്യക്തിയാണ് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. പ്രഥമ പ്രവാചകനും കൂടിയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ളതാകുന്ന അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ വിഷയങ്ങളെ കുറിച്ചും അപാരമാകുന്ന അറിവിന്റെ ആഴം അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് നൽകി. മലായിക്കത്തുകളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസ്തുക്കളുടെയൊക്കെ നാമങ്ങൾ, അതിന്റെ ഉപയോഗങ്ങൾ പറയാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും മുട്ടുമടക്കി എല്ലാവരും അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് കഴിവില്ല. ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊരറിവ് ഞങ്ങൾക്കില്ല. എല്ലാം സമ്മതിച്ച് നിലകൊണ്ടതാകുന്ന മലായിക്കത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുമ്പാകെ ഈ വസ്തുക്കളുടെയൊക്കെ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനോട് അരുൾ ചെയ്തു. യാ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ആദം നബി അലൈഹിസ്സലാം എല്ലാത്തിന്റെയും പേരുകളും അതിന്റെ ഉപയോഗങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം അറിവുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരസൂചകമായി സുജൂദ് കൊണ്ട് വർത്തിക്കുവാൻ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു. ഫസജദു ഇല്ലാ ഇബ്ലീസ്. മലായിക്കത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാകുന്ന സർവരും സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെയെന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ടതാകുന്ന ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് കൊണ്ട് വർത്തിക്കാത്തത് കൊണ്ട് തന്നെ അല്ലാഹു ഇബ്ലീസിനോട് ചോദ്യം ചോദിച്ചു, എന്തേ നീ ആദമിന് സുജൂദ് ചെയ്യാതിരുന്നത്? ഇബ്ലീസ് അന്ന് പറഞ്ഞ മറുപടി, ഖലഖതുഹു മിൻ നാരിൻ വ ഖലഖതുഹു മിൻ തീൻ. നീ അവനെ പടച്ചത് മണ്ണിനാലാണ്, എന്നെ പടച്ചത് തീയാലാണ്. എന്റെ വാദം മണ്ണിനേക്കാൾ കേമവും മഹത്വമുള്ളത് തീക്ക് എന്നാണ് എന്റെ വാദം. അതുകൊണ്ട് തീ കൊണ്ട് സൃഷ്ടിച്ചതാകുന്ന ഞാൻ അവന് സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു മാറി നിന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ എന്നേക്കുമായി ശപിക്കുകയാണ്. ഇബ്ലീസ് എന്ന് പേര് കേൾക്കുമ്പോ പിന്നീട് വരുന്നതാകുന്ന ആളുകൾ, എല്ലാ പ്രവാചകന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും മോമിനീങ്ങളും മുഅ്മിനാത്തുകളും ശാപത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടാണ് അവനെ അഭിസംബോധന ചെയ്യുക. ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാവട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് കൊടുക്കുന്നത്. ശാപത്തിന്റെ പ്രാർത്ഥന, നാശത്തിന്റെ പ്രാർത്ഥന. എക്കാലഘട്ടത്തിലും അവരത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈ ശാപവാക്ക് കിട്ടിയപ്പോൾ ഉടനെ തന്നെ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ.
അല്ലാഹുവേ എനിക്ക് സാവകാശം ചെയ്യണം, എന്നെ വേഗം തന്നെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കരുത്. നിനക്ക് എതിര് പ്രവർത്തിക്കുന്നവരെ നീ ഉടനടി ശിക്ഷിച്ചാണ് നീ അവർക്ക് നാശം വിതയ്ക്കാറുള്ളത്. എന്നാൽ എന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വേണം. റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ, പുനർജീവിപ്പിക്കുന്ന നാൾ വരെ, അടുത്ത ഒരു ജീവിത ഘട്ടം വരെ, മഹ്ശറയുടെ ഘട്ടം വരെ എനിക്ക് പരിപൂർണമായി ഇളവ് നൽകണം. അപ്പോൾ അല്ലാഹു മറുപടി നൽകി, അല്ലയോ ഇബ്ലീസേ, നിനക്ക് നാം ഇതാ സാവകാശം നൽകുകയാണ്. നീ സാവകാശം നൽകരു കൂട്ടത്തിൽ പെട്ടവനാ. നിന്റെ കാര്യം ഉടനെ ഇല്ല, പിന്നത്തേക്ക് തന്നെ വെച്ചിരിക്കുക. ശരിക്ക് കനപ്പിച്ച് തന്നെ തരാം, നല്ല കനത്ത ശിക്ഷ തന്നെ തരും, പിന്നെയാണ് ഉണ്ടാവുക. ഇബ്ലീസിന്റെ അന്ത്യമൊക്കെ വലിയ വിഷയമാണ്, ചർച്ച തന്നെയുണ്ട്. അവന്റെ അവസാനം, അവന്റെ ആഖിബത്ത് വളരെ കഠോരമാണ്, കഠിനമാണ്. ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാവകാശം ചെയ്തു കൊടുത്തു. ഉടനടി ശിക്ഷയില്ല, നിനക്ക് നാളെ പിന്നീട് മഹ്ശറിൽ വെച്ച് നിനക്കുള്ള ശിക്ഷയുള്ളൂ, അതുവരെ നിനക്ക് സാവകാശമാണ്. നിന്റെ വിഷയത്തിൽ വിടുതല. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇബ്ലീസ് ഉടനെ അല്ലാഹുവിനോട് ഈ ഒരു സാവകാശം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അവൻ ഉടനെ സടകുടൻ എഴുന്നേറ്റ് റബ്ബിനോട് പറയുന്ന ഒരു വാക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിൽ മാലോകരെ പഠിപ്പിക്കാൻ, നമുക്ക് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇബ്ലീസിന്റെ വാക്ക്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ ശാപവാക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് പടച്ച റബ്ബ് ശിക്ഷാമുറകൾ ഇപ്പോൾ നടപ്പിലാക്കൂല എന്ന് ഉറപ്പ് കിട്ടിയാൽ ഉടനെ തന്നെ അല്ലാഹുവിനോട് പറയുകയാണ്, എന്നെ വഴിവിടപ്പിച്ചതിന്റെ കാരണം കൊണ്ട് തന്നെ നിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാനിതാ ശപഥം ചെയ്ത് പറയുന്നു, അല്ലാഹ്, നിന്റെ സച്ചരിതരാകുന്ന മുഅ്മിനീങ്ങളാകുന്ന അടിമകളില്ലേ, നിന്റെ മുഅ്മിനാത്തുകളാകുന്ന സഹോദരിമാരില്ലേ, അവരെ സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് തടഞ്ഞുകൊണ്ട് ഞാൻ ഉറപ്പായും ഇരിക്കും. അല്ലാഹ്, സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട്, ഋജുവായ മാർഗത്തെ തൊട്ട്, നന്മയുടെ വഴിത്താരയിൽ അവർക്ക് മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഞാനിരിക്കും. അല്ലാഹ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളാകുന്ന മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്നറിയുമോ? എല്ലാ മുഅ്മിനീങ്ങളും പഠിച്ചു വെക്കണേ. ഈ സിറാത്തുൽ മുസ്തഖീം ഏതെന്നറിയുമോ? ഐ ഇലാ ത്വരീഖി മക്കത, പരിശുദ്ധമായ മക്കയിലേക്കുള്ള വഴിയാ, പരിശുദ്ധമായ ഹിദായത്തിന് വെളിച്ചമായ കഅബയിലേക്കുള്ള വഴിയാണ്. പരിശുദ്ധമായ ഹജ്ജിന് അവന് തടസ്സം ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് മഹത്തുക്കളാകുന്ന മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇതുവരെ ഹജ്ജിന് സൗഭാഗ്യം കിട്ടാത്തതായ മുസ്ലിമീങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലേ, സഹോദരങ്ങളില്ലേ, സമ്പത്തുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും ആരോഗ്യപരമായി ശാരീരികപരമായി എല്ലാ നിലക്കും പടച്ച റബ്ബ് കഴിവ് നൽകിയിട്ട് പോലും പോകാൻ സാധിക്കാത്ത മുസ്ലിമേ, മുസ്ലിമത്തേ, ആരാണ് നിന്നെ തടഞ്ഞു വച്ചിരിക്കുന്നത് അറിയുമോ? ഇബ്ലീസാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സിറാത്തുൽ മുസ്തഖീമിനെ തൊട്ട് മക്കയിലേക്കുള്ള വഴിയെ തൊട്ട് അവനെ തടയുകയാണ്. ഇബ്ലീസ് അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആദ്യമായി എടുത്തതായ ശപഥമാണ്. സമ്പത്ത് എത്രയാണ് അല്ലാഹു നിന്റെ കൈവെള്ളയിലൂടെ നൽകിയത്? ആരോഗ്യമുള്ള സഹോദരനല്ലയോ, ആരോഗ്യമുള്ളതായ സഹോദരിയല്ലയോ? പടച്ച റബ്ബ് നൽകിയിരിക്കുന്നതായ സൗഭാഗ്യത്തെ ഹനിച്ചുകൊണ്ട് ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചവരല്ലേ? ഹജ്ജിന് അവസരം കിട്ടാത്തതിന്റെ കാരണം അറിയണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ സഹോദരാ. ലാത്തുൽ മുസ്തഖീമിനെ തൊട്ട് തടഞ്ഞുകൊണ്ട് അഥവാ മക്കയിലേക്കുള്ള വഴിയിൽ അവർക്ക് തടസ്സമായി പരിശുദ്ധമായ കഅബയിലേക്ക് അടുപ്പിക്കാതെ ഞാൻ നിലകൊള്ളും. അല്ലാഹ്,
എത്രത്തോളമാണ് ഇബ്ലീസ് പറയുന്നത്, ഞാൻ അവരുടെ മുന്നിലൂടെ ചെന്ന് തടയും അല്ലാ, അവരുടെ പിറകിലൂടെ ചെന്നുകൊണ്ട് തടയും അല്ലാ, അവരുടെ വലത്തിലൂടെ പോയി തടയും, അവരുടെ ഇടത് ഭാഗത്തിലൂടെ പോയി തടയും, ഒരു ഭാഗത്തിലൂടെ അവരെ വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല അല്ലാ. ഒരു വിധേനയും മക്കയിലേക്ക് ഞാൻ എത്തിക്കൂല. ഖത്തറിലാണ്, പ്രവാസിയാണ്, യുഎഇയിലാണ്, ബഹ്റൈനിലാണ്, ഒമാനിലാണ്, സൗദിയിലാണ്, വർഷങ്ങളായിട്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, GCC രാഷ്ട്രങ്ങളിലുണ്ട്. പക്ഷേ മക്കയിലേക്ക് അവനെ എത്തിക്കൂല. അവന്റെ മുന്നിലൂടെ തടയും, അവന്റെ പിന്നിലൂടെ തടയും, അവന്റെ വലത്തൂടെയും അവന്റെ ഇടത്തൂടെയും തടഞ്ഞ് ഹജ്ജിന് ഉംറയ്ക്ക് ഒരിക്കലും അവനെ ഞാൻ അങ്ങോട്ട് കയറ്റൂല. ഞാൻ ആ കാര്യേറ്റു. ഇബ്ലീസ് അല്ലാഹുവിന്റെ മുന്നിൽ ശപഥം ചെയ്ത് പറഞ്ഞ വാക്കാണ്. ഈ ഒരു ശബ്ദത്തിൽ നീയൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ചിന്തിക്കുന്ന സഹോദര, ചമക്കാരയിലുള്ള ധനികരാകുന്ന മുസ്ലിമേ, ആരോഗ്യമുള്ള സഹോദരി, നീ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ആ ഒരു ചിന്തയാണ് ഈ സമയത്ത് നടത്തേണ്ടത്. ലോകം മുഴുവനും ഹജ്ജിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്ന ഈ വേളയിൽ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി എനിക്ക് ചോദിക്കാനുള്ളത്, അള്ളാഹു നിന്നെ തൊട്ട് തടഞ്ഞിട്ടുണ്ടോ ഈ വഴി, മക്കയിലേക്കുള്ള വഴി? ഹജ്ജിന് ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. ഈ വർഷം കൊടുത്തിട്ടുള്ള എല്ലാവർക്കും ലഭിച്ചു, നിനക്കിതുവരെ ലഭിച്ചിട്ടില്ല. എന്തുകൊണ്ട്? നീ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, വഴിയാനുള്ള സൗകര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരു തടസ്സവും ഇല്ല. സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, ആവശ്യമുണ്ട്, ആവശ്യം പോലെയുണ്ട്. പക്ഷേ നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ 5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം 7 ലക്ഷം രൂപ മുടക്കിയിട്ട് പ്രൈവറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു 3.5 ലക്ഷം മുടക്കിയിട്ട് ഗവൺമെന്റിന്റെ തലത്തിൽ പോകാൻ നിനക്ക് മടിയാണ്. പൈസ അതിനുവേണ്ടി ചെലവഴിക്കാൻ മടിയാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വീടിന്റെ മുന്നിൽ കടപ്പാക്കല്ലും ബാംഗ്ലൂർ സ്റ്റോണും വിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് വീട് വീണ്ടും പൊളിച്ചിട്ട് ടൈൽസുകൾ പൊട്ടിച്ചു കളഞ്ഞിട്ട് വീട് മനോഹരമാക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ വെച്ചിട്ട് അടിപൊളി രമ്യ ഹർമ്മങ്ങൾ നിർവഹിക്കുന്നു. വലിയ വലിയ തോട്ടങ്ങൾ പണിയുന്നു, ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിടുന്നു, കച്ചവടം കൊഴിപ്പിക്കാൻ വേണ്ടി ബിസിനസിന്റെ സംരംഭങ്ങൾ തുടങ്ങി വെക്കുന്നു. അള്ളാഹു നിനക്ക് നൽകിയ സമ്പത്തിൽ നിന്നൊരു വിഹിതം പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി മാറ്റിവെക്കാത്തത് എന്തുകൊണ്ട്? നീ മാറ്റിവെക്കുന്നില്ല? നിനക്ക് തടഞ്ഞിരിക്കുകയാണ് പിശാച്. നിന്റെ മുന്നിലും നിന്റെ വലത്തും നിന്റെ ഇടത്തും നിന്റെ പിറകിലുമായി പിശാച് നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഖുർആനാണ് ഈ പറഞ്ഞത്. ഇബ്ലീസ് അല്ലാഹുവിനോട് ശപഥം ചെയ്ത് പറയുകയാണ്, അല്ലാഹുവേ, പടച്ച റബ്ബേ, അവരിൽ നിന്ന് അധിക ആളുകളെയും നന്ദിയുള്ള ദാസന്മാരായി നീ എത്തിക്കുകയില്ല അല്ലാഹ്. സമ്പത്തുള്ളവനാണ്, അധികാരമുള്ളവനാണ്, പവറുള്ളവനാണ്, വഴിയാലെല്ലാം കഴിവുള്ളവനാണ്, അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിക്കുന്നവനാണ്, മാളിക സൗധങ്ങൾ പണിതുയർത്തിയവനാണ്, വലിയ വലിയ വില കൂടിയതാകുന്ന കോടിക്കണക്കിന് രൂപയുടെ വാഹന വ്യൂഹം ഉള്ളതാകുന്ന വ്യക്തിയാണ്. 10,000-കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ജീവിത സഖിയെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുവന്നതായ മനുഷ്യനാണ്. പണത്തിന്റെ പളവൽപ്പിൽ വിരാജിക്കുന്നവനാണ്. പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് അവന് അവസരമില്ല, സാധ്യമല്ല. ഇബ്ലീസ് കൊടുത്ത ശബ്ദവാക്കാണ്. ആ വാക്കിൽ നമ്മളൊക്കെ പെട്ടു. നമ്മൾ പറയാം, നമ്മുടെ കൂട്ടത്തിലൊന്നും ഇബ്ലീസ് ഇല്ല, എല്ലാവരും കൂട്ടത്തിലുണ്ട്. റസൂല് പറയുകയാണ്, സ്വഹാബാ, സ്വഹാബാ, നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളോടൊപ്പം പിശാച് ഉണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ ആരുണ്ട്? നിങ്ങളോടൊക്കെ ഓരോരുത്തരുടെയും കൂടെ പിശാചുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, തങ്ങളോടൊപ്പമുണ്ടോ ഹബീബേ? മനുഷ്യരാകുന്ന എല്ലാവരോടൊപ്പം ആരുണ്ട്? ഇബ്ലീസ് ഉണ്ട് എങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ തങ്ങൾ? ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഖുർആൻ, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ തങ്ങളോടൊപ്പം ഉണ്ടോ പിശാച്? നബി തങ്ങൾ പറഞ്ഞു, നഅം, ഉണ്ട് സ്വഹാബാ. ഞാൻ അവനെ അടിക്കടി ദീൻ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവന്റെ കയ്യിൽ പിടുത്തം ഞാൻ കൊടുത്തിട്ടില്ല. അവൻ മുസ്ലിമായി എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നോടൊപ്പം ഉള്ളതാകുന്ന ജിന്ന് ശൈത്താൻ അവൻ ആരായിട്ടുണ്ട്? മുസ്ലിം ആയിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം എന്നെ പഴിപ്പിക്കാൻ സാധിച്ചില്ല.
കാരണം അത്ഖാക്കും മിൻകും, നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ പേടിക്കുകയും ഭയപ്പെട്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആരാണ്? ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകരെ പിഴപ്പിക്കാൻ നോക്കി, സാധ്യമായില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, തഹജ്ജുദ് നമസ്കരിക്കുന്നു, അവ്വാബി നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, ഇബാദത്തുകൾ കർമ്മോത്സുകത വെക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, 4 ഉംറ നിർവഹിക്കുന്നു, പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നു, നിരാലംബർക്ക് അവലംബമാകുന്നു, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്നു. ദീനുമായി ബന്ധപ്പെട്ട ജീവിതം തന്നെ. വലാകിൻ നസഹതുഹു ഫാസിലമ, ഞാൻ അവനെ ഉപദേശിച്ചു, ദീൻ കൊടുത്തുകൊണ്ടേയിരുന്നു, അവൻ മുസ്ലിമായി. സയ്യിദുനാ റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരൊരുവന് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കുമുതലുണ്ട്, അതിനുള്ള അവസരമുണ്ട്, കഴിവുണ്ട്. സമ്പത്തിനാൽ കഴിവുണ്ട്, മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, വിവേകമുണ്ട്, എല്ലാ അവസരമുണ്ട്, വഴിയാലും മുതലാലും കഴിവുണ്ട്, ശാരീരികമാകുന്ന കഴിവുണ്ട്, എല്ലാം എത്തിയിട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ മഹറമുണ്ട്, അവളുടെ ഭാര്യയുണ്ട്, അല്ലെങ്കിൽ മകനുണ്ട്, അല്ലെങ്കിൽ വിശ്വസ്തരാകുന്ന മുസ്ലിം സഹോദരിമാർ കൂടെയുണ്ട്, യാത്രയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും മേടിച്ചിട്ടുണ്ട്. എന്നിട്ടും പോകാതിരിക്കുന്നുണ്ട് എങ്കിൽ ഹജ്ജിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സാധന സാമഗ്രികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയിട്ടുണ്ട്. അതാണ് മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് പോകും വിധമുള്ള എല്ലാ സൗകര്യങ്ങളും എത്തിച്ചിട്ട് ഫലം യഹുജ്ജ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ വലാ നസ്റാനിയ, ജൂതനായിട്ടോ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ ക്രൈസ്തവനായിട്ടോ അവൻ മരിച്ചു കൊള്ളട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്ര കഠിനമായ വാക്കാണ്. ഇന്നത്തെ തലമുറയിൽ ഹജ്ജിന് താല്പര്യമില്ലാത്ത സമൂഹം. എല്ലാം കഴിഞ്ഞിട്ട് ഹജ്ജ്, എല്ലാ പരിപാടിയും തീർന്ന് 65-70 വയസ്സാകുമ്പോൾ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമ്പോഴത്തേക്ക് ഹജ്ജ്. നിനക്കതിനുള്ള സാമ്പത്തിക ശേഷി എത്തിച്ചു, അതിനുള്ള സൗകര്യങ്ങൾ എത്തിച്ചു, ആരോഗ്യപരമായി കഴിവുണ്ട്, നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ തന്നെ പോയി ചെയ്യാൻ ഹജ്ജ്. അവിടെ എത്തിയിട്ട് ഹജറുൽ അസ്വദ് മുത്താൻ വയ്യ, അവിടെ എത്തിയിട്ട് നല്ല രീതിയിൽ തവാഫ് അധികരിപ്പിക്കാൻ വയ്യ. 50 തവാഫ്, ഒരു തവാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് 7 തവാഫാണ്. 7 ചുറ്റുമ്പോഴാണ് ഒരു തവാഫ്. ആ രീതിയിൽ 50 തവാഫ് ആരൊരുവൻ ചെയ്തുവോ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 7 പ്രാവശ്യം വീതം ഹജറുൽ അസ്വദിന് അവിടുന്ന് തുടങ്ങി റൗണ്ട് ചെയ്തിട്ട് 7 വട്ടം ചെയ്യുമ്പോൾ 1 പൂർത്തീകരിച്ചു. ആ നിലയ്ക്ക് 7 എണ്ണം, അങ്ങനത്തെ 7 എണ്ണം നിനക്ക് 50 പ്രാവശ്യം വീതം ചെയ്യാൻ സാധിച്ചാൽ നിന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാ ചെയ്തിട്ടുള്ളത്? ഉംറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും ഇതിനൊക്കെ അവസരം വേണ്ടേ, ചെയ്യണ്ടേ, സമയം വേണ്ടേ, ആരോഗ്യം വേണ്ടേ? ഇതെവിടെയാ പോകുന്നത്? മക്കയല്ലേ, ഹിദായത്തിന്റെ കേന്ദ്രമല്ലേ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പരിശുദ്ധമായ കഅബ? ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഗേഹമല്ലേ പരിശുദ്ധമായ കഅബ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ബറക്കത്തുള്ളതായ ഗേഹമാണ് പരിശുദ്ധമായ കഅബ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിച്ചതായ ഒരേ ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ഏറ്റവും പഴക്കം ചെന്നതാണ്. മലക്കുകളാണ് ആദ്യം അതിന് ഫൗണ്ടേഷൻ ഇട്ടത്. പിന്നീട് ബഹുമാനപ്പെട്ടതാകുന്ന ആദം നബി അലൈഹിസ്സലാം, പിന്നീട് മഹാനായ ശീസ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയത്തിൽ പരിപൂർണമായി നാമാവശേഷമായി പോയി കഅബ. അങ്ങനെ നാമാവശേഷമായി പോയതാകുന്ന കഅബയുടെ ഫൗണ്ടേഷൻ കണ്ടെടുത്ത് വീണ്ടും അതിനെ പുനർനിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു നിയോഗിച്ചു മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വിശുദ്ധമായ കഅബ പണിതു. ശേഷം ഒരുപാട് ഗോത്രക്കാർ കൈവച്ചിട്ടുണ്ട്. അമാലിക, ജുർഹൂം, ഖുറൈശികൾ, മഹത്തുക്കളാകുന്ന മുൻഗാമികളാകുന്ന രാജാക്കന്മാർ, മഹത്തുക്കളാകുന്ന അയിമ്മത്തുകൾ പലരും അതിൽ കൈവച്ചിട്ടുണ്ട്.
അവസാനം സൗദി ഭരിച്ചിരുന്ന ഫഹദ് രാജാവാണ് അവസാനമായി അതിന്മേൽ കൈവച്ചത്. 12 ആളുകൾ അവർക്ക് മേൽ കൈവച്ചു എന്ന് തഫ്സീറുകളിലുണ്ട്. 13ാമത്തെ ആളെ തഫ്സീർ എഴുതി കഴിഞ്ഞിട്ടാണ് വന്നത്. ആര്? മഹാനായ സൗദി ഭരിച്ചിരുന്ന ഫഹദ് രാജാവ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കഅബ റാഹത്താക്കിയതും മസ്ജിദുൽ ഹറാം വിപുലീകരിച്ചതും അതുപോലെ തന്നെ മസ്ജിദുൻ നബവി വിപുലീകരിച്ചതും മസ്ജിദ് ഖുബാ പുനർനിർമ്മാണം നടത്തിയതും. അങ്ങനെ ഒരുപാട് മക്കയിലെ മദീനയിലൊക്കെ പള്ളി ഒരുപാട് വിശാലമായ നല്ല നിലയിൽ പണിതതൊക്കെ ഫഹദ് രാജാവിന്റെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധമായ കഅബയെ കുറിച്ച് അല്ലാഹു പറഞ്ഞതും മുബാറക്കൻ, ബറക്കത്തുള്ളതായ ഗേഹമാണ്. അതുകൊണ്ടാണ് ആ കഅബയുടെ അവിടെ ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതൊരു ആഗ്രഹമാകണം. അതിനോട് ഹിർസ്, ഒരു അത്യാഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വളരണം. അതൊരു പറച്ചിലല്ല. എനിക്ക് അവിടെ ഒന്ന് പോയേ മതിയാവുന്ന ചിന്ത വരണം. ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങൾ നീ സന്ദർശിച്ചു, ഏതൊക്കെയാകുന്ന സൗഭാഗ്യങ്ങൾ നീ കണ്ടാലും, ഏതെല്ലാം തലത്തിൽ നീ എത്തിപ്പെട്ടാലും, ഏതെല്ലാം പള്ളികളിൽ നീ നിസ്കരിച്ചാലും വിശുദ്ധമാക്കപ്പെട്ട കഅബയോളം വരൂല എന്ന് നീ മനസ്സിലാക്കി. കഅബയും അതിന്റെ പരിസരവും അത്രയേറെ മഹത്വമാണ്. നമ്മൾ ഒരു പള്ളിയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്, അല്ലെ? ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നോക്കൂ. നിങ്ങൾ കഅബയെ പുനർനിർമ്മിച്ചത് ആരാണ്? മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജലപ്രളയത്തിൽ നാമാവശേഷമായ കഅബയെ വീണ്ടും മനോഹരമായി നിർമ്മിച്ചത് മഹാനവറുകളാണ്. പിന്നീട് അതിന് വന്ന കേടുപാടുകളെ ശേഷം വന്നതാകുന്ന മഹത്തുക്കൾ അത് പരിപൂർണമായി തീർത്തു, പരിഹരിച്ചു, രമ്യമാക്കിയത് പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോയി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരിയുണ്ടോ 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാ ആ പള്ളിയുടെ അകത്തളത്തിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാലെങ്കിലെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നീ നിസ്കരിക്കുന്നത് അത് ഒരു റക്അത്താണ് എങ്കിൽ മസ്ജിദുൽ ഹറാമിൽ പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് നീ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിച്ചതിന്റെ നേട്ടം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് വിശദീകരിച്ച് ഷാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥം തുഹ്ഫത്തുൽ മുഹ്താജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, 1,00,000 റക്അത്ത് എന്നതിന്റെ വിശദീകരണം അവർ വിശദീകരിച്ചു കൊണ്ടുവരുന്നു 10,000 കോടി റക്അത്ത് നിസ്കരിച്ചതിന്റെ നേട്ടമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റുള്ള സ്ഥലങ്ങളിൽ 10,000 കോടി റക്അത്ത് നിസ്കരിച്ചതിന്റെ നേട്ടം പരിശുദ്ധമായ കഅബയുടെ മുറ്റത്ത് മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചാൽ നിനക്ക് ലഭിക്കും. മാഷാ അല്ലാഹ്, എന്തായി പറയുന്നത്? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് അവിടേക്ക് ആഗ്രഹം വെക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എത്ര നിസ്കരിച്ചാലും, എത്ര സുന്നത്ത് നിസ്കരിച്ചാലും, എത്ര ഫർദ് നിസ്കരിച്ചാലും ഒന്നും അതിനോളം എത്തൂല. കിട്ടുന്ന അവസരം വിനിയോഗിക്കാൻ. 30 ദിവസം ഹജ്ജിന് കിട്ടി. ഈ വർഷം ആരെങ്കിലൊക്കെ പോകുന്നുണ്ടോ ശ്രദ്ധിച്ചോ? 30 ദിവസം കിട്ടി, ഒരൊറ്റ ജമാഅത്ത് കളയരുത്. പരമാവധി നോക്കണം. മക്കത്തുള്ളത് അത് പരിപൂർണമായി ശ്രദ്ധിക്കണം. മദീന പള്ളിയിൽ 10,000 റക്അത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിസ്കരിച്ച നേട്ടം നിങ്ങൾക്ക് അവിടെ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് വിശദീകരിച്ചു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു 10,00,000 റക്അത്ത് നിസ്കരിച്ച നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10,00,000. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. 3 പള്ളികളാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. ഒന്ന് മസ്ജിദുൽ ഹറാം, 2 മസ്ജിദുൽ നബവി, 3ാമത്തത് മസ്ജിദുൽ അഖ്സ ഫലസ്തീനിലെ പള്ളി. ഈ 3 പള്ളിയും ബറക്കത്തുള്ള പള്ളിയാണ്. ബറക്കത്തുള്ള ആളുകളാണ് അതിന്മേൽ കൈവച്ചത്. അതുകൊണ്ടാണ് അത് ബറക്കത്താകാൻ കാരണം. എല്ലാം ബറക്കത്തുള്ള ആളുകളാണ്. പറയാനാണെങ്കിൽ മുഴുവൻ സുന്നത്യമായിട്ട് പറയേണ്ടി വരും. പറയുകയാണെങ്കിൽ 1-2 വിഷയങ്ങളല്ല. ഈ 3 പള്ളിയും പണിയാൻ വേണ്ടി കൈവച്ചതാരാ? ഒക്കെ അമ്പിയാക്കളും മഹത്തുക്കളാകുന്ന മഹാരഥന്മാരുമാണ്. പരിശുദ്ധമായ കഅബ ആദം നബി അലൈഹിസ്സലാം, അതിനു മുമ്പ് മലക്കുകൾ ഫൗണ്ടേഷൻ ഇട്ടു. പിന്നീട് വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രവാചകന്മാരല്ലേ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം, പ്രവാചകന്മാരല്ലേ? പരിശുദ്ധമായ ഹജറുൽ അസ്വദ് വെക്കുന്ന സമയത്ത് ഖുറൈശികൾ പരിശുദ്ധമായ കഅബ പണിയുമ്പോ ഹലാലായ സമ്പാദ്യം കുറഞ്ഞതിന്റെ പേരിൽ അവർ അന്ന് പരിശുദ്ധമാക്കപ്പെട്ട കഅബ ചുരുക്കി പണിതു. ഇന്ന് നമ്മൾ കാണുന്ന കഅബയുടെ ആ ഒരു ചത്വരം ആ ഒരു നിലയിൽ തന്നെ പണിതു.
അഥവാ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ കെട്ട് ഒഴിവാക്കിക്കൊണ്ട് മുമ്പത് കാബയുടെ ഉൾഭാഗത്താക്കിയായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് കെട്ട് പണിതു. അങ്ങനെ കെട്ടി വന്നപ്പോ ഹജറുൽ അസ്വദ് ആര് കൊണ്ടുപോയി വെക്കുമെന്ന് പറഞ്ഞ് തർക്കമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തുണി ഇങ്ങോട്ട് വിരിച്ചിട്ട് നടുക്കോട്ട് വെച്ചോളാൻ പറഞ്ഞു ഹജറുൽ അസ്വദ്. എന്നിട്ട് ഗോത്രക്കാരെയൊക്കെ വിളിച്ചു, 3 ഭാഗത്തും പിടിച്ചോളാൻ പറഞ്ഞു. നബിതങ്ങൾ ഒരു ഭാഗത്ത് പിടിച്ചു, എല്ലാരും പിടിച്ച് നേരെ കൊണ്ട് കൊണ്ടുവന്നു. എല്ലാരും കൂടി പിടിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധമാക്കപ്പെട്ട കാബയുടേതാകുന്ന ആ മൂലയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് നബിതങ്ങളെ കൊണ്ട് കൈകൊണ്ടെടുത്ത് ഹജറുൽ അസ്വദ് സ്ഥാപിച്ചു. അപ്പൊ ആ കാബ ബറക്കത്തുണ്ടാവാൻ ഒന്നുകൂടി കാരണമായി ആരുടെ കരസ്പർശം കൂടി വന്നു? നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ സമ്പൂർണ്ണമായി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലും കൂടിയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഉംറ നിർവഹിച്ചതിന് ശേഷം പുണ്യമാക്കപ്പെട്ടതാകുന്ന ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ട് ആ ഹജറുൽ അസ്വദ് ചുംബിച്ചിട്ട് പറയുകയാണ്, യാ ഹജറു ഇന്നി ലഅലമു അന്നക ഹജറുൻ, നീ ഒരു കേവലം കല്ല് മാത്രമാണെന്ന് എനിക്കറിയാം. സ്വന്തമായി നിനക്കൊരു കഴിവുമില്ല, ഒരു പ്രയോജനവുമില്ല, നിനക്കൊരു കഴിവും പ്രത്യേകമായിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രവാചകന് നിന്നെ ചുംബിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കുമായിരുന്നില്ല കേട്ടോ. റസൂലുള്ള ചുംബിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നീ ഒരു സാദാ സീത കല്ലല്ല, നിനക്കൊരു പവറുണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ചുംബിക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് മുൻനിർത്തിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ആദരവായ പ്രവാചകനെ പറയുകയാണ്, നാളെ ഈ ഹജറുൽ അസ്വദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് കൊടുക്കുമത്രേ. ദുനിയാവിൽ മനുഷ്യ മാനവാ, നിനക്ക് അല്ലാഹു നാവ് നൽകി, സംസാര വിഭവം നൽകിയതുപോലെ നാവ് നാളെ അല്ലാഹു ഹജറുൽ അസ്വദിന് നൽകുകയാണ്. ആരൊക്കെയാണ് അതിനെ ചുംബിച്ചിട്ടുള്ളത്? ആരൊക്കെയാണ് അതിനെ കരസ്പർശം നടത്തിയിട്ടുള്ളത്? അവരുടെ പേര് വിവരങ്ങൾ വിളിച്ചു പറയുമേ, അവരുടെ പാപം പുറക്കാൻ നിദാനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾ അവിടേക്കൊന്ന് എത്തിക്കണേ അല്ലാ. ഹജറുൽ അസ്വദ് ഒന്ന് ചുംബിക്കാൻ, റുക്നുൽ യമാനി ഒന്ന് തൊട്ടുമുത്താൻ, മഖാം ഇബ്രാഹിം നേർക്ക് നേരെ ഒന്ന് കാണാൻ, അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാകുന്ന ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ പരിസരത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യമായി അടയാളപ്പെടുത്തിയത് ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ മഖാമു ഇബ്രാഹീം. പരിശുദ്ധമാക്കപ്പെട്ട കാബ പണിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിറക്കി കൊടുത്ത ഒരു കല്ലിന്മേൽ ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 പാദം കാല് ശറഫാക്കപ്പെട്ടതാകുന്ന കാലുകൾ എടുത്തു വെച്ചപ്പോ ആ കാലുകൾ പതിഞ്ഞതാകുന്ന കല്ലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാബയുടെ പരിസരത്ത് ലോകത്ത് വരാനിരിക്കുന്ന ജനകോടികൾക്ക് ദൃഷ്ടാന്തമായി ഒരു ചില്ലിൻ കൂടാരത്തിൽ ഇന്നും വലിയ ദൃഷ്ടാന്തമായി വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഹജ്ജിന് വരുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, തവാഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണേ. കല്ലിനോടുള്ള അനാദരവല്ല, കല്ലിനോടുള്ള ആദരവാണ്, ആദരവാണ്. അല്ലാഹുവിന്റെ ശിആറുകളിൽപ്പെട്ട പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്ന വസ്തുക്കളാണത്. വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റേതാകുന്ന ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, മതത്തിന്റെ ചിഹ്നങ്ങളിൽ അല്ലാഹു ചേർത്തിട്ടുള്ളതാണ് വിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹീം. അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നിദാനമാ. നീ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചവരായി രേഖപ്പെടുത്തുമേ, രേഖപ്പെടുത്തുമേ. അല്ലാഹുവേ, തൗഫീഖ് നൽകണേ അല്ലാ. ദൃഷ്ടാന്തമൊക്കെ നേരിട്ടൊന്ന് കാണണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അൻസിലല്ലാഹു തബാറക വതആല 20 و100 റഹ്മതൻ ഫീ കുല്ലി സഅത്തിൻ. എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല 120 റഹ്മത്തിനെ അല്ലാഹു ഇറക്കും. എവിടെ? പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത്. എപ്പോഴും രാവും പകലും. റമളാനിൽ മാത്രമല്ല, ശവ്വാലിൽ മാത്രമല്ല, ദുൽഖഅദിൽ അല്ലെങ്കിൽ ദുൽഹിജ്ജ ഹജ്ജിന്റെ സീസണിൽ മാത്രമല്ല, എല്ലാ സമയത്തും പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് 120 റഹ്മത്ത്. അത് വേറെ ആർക്കും കിട്ടൂല. അവിടെ എത്തിയാലേ കിട്ടൂല. ഇവിടെ ഇരുന്ന് നാട്ടിൽ ഇരുന്നിട്ട് അത് കിട്ടൂല. പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് 120 റഹ്മത്ത് സദാസമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയത്തിന്റെ പരിസരത്തേക്ക് ഏത് സമയത്ത് എത്തിയാലും മുസ്ലിമേ മുസ്ലിമത്തേ, നിനക്ക് തഹിയ്യത്തിന്റെ നിസ്കാരമില്ല. ലോകത്തേത് പള്ളിയിൽ കടന്നാലും അഭിവാദ്യത്തിന്റെ നിസ്കാരമുണ്ട് എങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ എത്തിയാൽ അവിടുത്തെ അഭിവാദ്യം തവാഫാണ്, തവാഫാണ്. സിത്തൂന ലിത്വായിഫീൻ, പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദ് മുതൽക്ക് കഅബ ഇടതുഭാഗത്താക്കിക്കൊണ്ട് നീ 7 പ്രാവശ്യം നടത്തുന്ന തവാഫിലൂടെ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് 60 റഹ്മത്താണ്, 60 കാരുണ്യമാണ്. ലോകത്ത് ഒരാൾക്കും അല്ലാഹു മറ്റൊരു സ്ഥലത്തും നൽകത്തില്ല. പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് മാത്രമായി അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള നാഥനാകുന്ന പടച്ചറപ്പ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പ് സദാസമയം കൊടുക്കുന്നതായ കാരുണ്യമാ. അത് പരിശുദ്ധമായ കഅബയെ തവാഫ് ചെയ്യുന്നവർക്കാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 40 للمصلين والمعتكفين, 40 കാരുണ്യം അല്ലാഹു ചൊരിയുന്നത് ആ കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുന്നവർക്കും ഇഅ്തികാഫിന്റെ നിയ്യത്തിൽ ഭജനമിരിക്കുന്നവർക്കുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 40 റഹ്മത്ത്. ഇനി ഒരു 20 കൂടിയുണ്ട്. കഅബയുടെ പരിസരത്ത് വന്നിരുന്നിട്ട് വെറുതെ കഅബയെ നോക്കിയിരിക്കുന്നവർക്ക് 20 ഗുണം കിട്ടുമെന്ന്, 20 കാരുണ്യം അല്ലാഹു ചൊരിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇങ്ങനെ 120 റഹ്മത്ത്. 60 തവാഫ് ചെയ്യുന്നവന്, 40 ഇഅ്തികാഫിലും നിസ്കാരത്തിലുമായി കഴിഞ്ഞുകൂടുന്നവന്. 2 രീതിയിലും ഹദീസുണ്ട്. 40 നിസ്കരിക്കുന്നവനെന്നുണ്ട്, 40 ഇഅ്തികാഫിരിക്കുന്നവനെന്നുണ്ട്. അപ്പോൾ 100ആയി. പിന്നെ 20 അതിലേക്ക് വെറുതെ നോക്കിയിരിക്കുന്ന, നിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കണ്ട, കഅബയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. കുനിഞ്ഞിരിക്കണ്ട, കഅബ നോക്കി. 3 വസ്തുക്കളിലേക്ക് നോക്കിയാൽ പുണ്യം. ഒന്ന് നിന്റെ ഉമ്മയുടെ മുഖകമലം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കരിപുരണ്ട വസ്ത്രം ധരിച്ച അടുക്കളയിലെ കൊന്തായിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയുടെ മുഖത്ത് നോക്കിയിരുന്നാൽ പുണ്യമുണ്ടെന്ന് പഠിപ്പിച്ച ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാം. എങ്കിലും നമ്മൾ നന്നാവണം. ഇനി നമുക്ക് പരിശുദ്ധമായ മക്കയൊന്ന് കാണണം, മദീനയിലൊന്ന് എത്തണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു സലാം പറയണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന കൺകുളിർക്കടുത്ത് സലാം പറയണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ. നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിനക്ക് മരണമുണ്ടായാൽ വീട്ടിൽ നിന്ന് നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, ഇതര സമുദായത്തോട്, സർവരോടും എല്ലാ കടമകളും കടപ്പാടുകളും പൂർത്തീകരിച്ച് യാത്ര പറഞ്ഞുകൊണ്ട് വിട ചോദിച്ചുകൊണ്ട് യാത്ര തിരിച്ച പ്രിയപ്പെട്ട ഉമ്മ, ചമക്കാരയിലുള്ള പ്രിയപ്പെട്ട വാപ്പ, യാത്രാമധ്യേ നിന്നെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചാൽ, മന്മാത ഈ രീതിയിൽ അവൻ മരണപ്പെട്ടു പോയാൽ, ഉഅ്തിയ ലഹു മിസ്ലുൽ ഹാജി വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവനെ നിർത്തുമ്പോ ഹജ്ജും ഉംറയും ചെയ്തതാകുന്ന പ്രതിഫലം നേടിയെടുത്തവനായിട്ടാണ് അല്ലാഹു അവനെ കൊണ്ടുവരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജിന് വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ പോലും കൂലിയാ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ
പഠിപ്പിച്ചില്ലേ? മുസ്ലിമായ മനുഷ്യ, മുഅ്മിനത്തായ സോദരി, ഒരു നന്മ ചെയ്യാൻ നീ കരുതി കഴിഞ്ഞാൽ ആ നന്മ നിനക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും അല്ലാഹു 10 നന്മയായി ആ നന്മയെ രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നന്മ നിനക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിനെ 10 നന്മയായി അല്ലാഹു മാറ്റുകയാണ്. നിന്റെ നിയ്യത്തിന്റെ വർണ്ണവലിപ്പം അനുസരിച്ച് അത് 700-ഉം 7000-ഉം 7 ലക്ഷവും 7 കോടിയും അതിനപ്പുറത്തേക്കും ഒക്കെ അല്ലാഹു പ്രതിഫലം തരും. നിയ്യത്ത് നോക്കിയിട്ടാ. നേരത്തെ സൂചിപ്പിച്ച പോലെ നിയ്യത്തിലേക്കാണ് നോട്ടം. ഒരു മനുഷ്യൻ നിയ്യത്ത് വെച്ചു ഒരു നന്മ ചെയ്യാൻ, ഉദാഹരണം ഹജ്ജ് ചെയ്യാൻ, അതാണ് നമ്മുടെ വിഷയം. ഹജ്ജിന് വേണ്ടി ഒരാൾ കരുതി, പക്ഷെ ഹജ്ജിന് പറ്റിയില്ല. നിയ്യത്ത് വെച്ചു, പക്ഷെ പറ്റിയില്ല, ഈ വർഷം സാധിച്ചിട്ടില്ല എങ്കിൽ ഹജ്ജിന്റെ പ്രതിഫലം നൽകുമെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം എത്ര? ഒരു വട്ടം ചെയ്തതിന്റെ പ്രതിഫലം. ചെയ്തിട്ടില്ല, കരുതിയേ ഉള്ളൂ, നിയ്യത്ത് വെച്ചത്. അപ്പൊ കരുതൽ തന്നെ കൂലിയാണ് ദീനിൽ. അതാണ് ഈ പറഞ്ഞത്. ഒരു നന്മ കരുതിയാൽ ആ നന്മ ചെയ്തില്ലെങ്കിലും ആ നന്മ ചെയ്തവനായി അല്ലാഹു രേഖപ്പെടുത്തും. ആ നന്മ ചെയ്താലോ 10 രേഖപ്പെടുത്തും. 10 അല്ല, ചിലപ്പോ 700-ഉം 7000-ഉം 7 ലക്ഷവും അങ്ങനെ കൂടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്താൽ പറയാനൊക്കൂല, 10 ഇരട്ടി പ്രതിഫലം. എന്തായാലും 10 ഇരട്ടി ഉറപ്പാണ്. അതിന് മുകളിലേക്ക് കിട്ടും നിയ്യത്തിനനുസരിച്ച്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാൾ ഒരു തിന്മ കരുതി, ആ തിന്മ അവൻ ചെയ്തിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റമായി രേഖപ്പെടുത്തുവോ? ഇല്ല. തിന്മ കരുതിയതിന്മേൽ കുറ്റമായി അല്ലാഹു രേഖപ്പെടുത്തൂല. റബ്ബിന്റെ റഹ്മത്താണ് ഈ പറയുന്നത്. ആ കുറ്റം ചെയ്താൽ 10 ആയിട്ടാണോ രേഖപ്പെടുത്തുക? അല്ല, ഒറ്റ തെറ്റായിട്ട് എഴുതും. ഒരു കുറ്റായിട്ട് എഴുതാൻ പാടില്ല. റബ്ബിന്റെ കാരുണ്യം എത്ര വലുതാണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് നിയ്യത്ത് വെച്ചോ, നിഷേധിക്കണ്ട. ആരൊരുവനെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിനെ നിശിതമായി വിമർശിക്കുകയും അത് പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂലികളെ പരിപൂർണമായി നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ, അതിനോട് നിഷേധം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. അല്ലാഹു ഖുർആനിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാ, മനുഷ്യ, നിങ്ങളൊന്നും എനിക്ക് യാതൊരു ഭൂഷണമല്ല, നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും എനിക്ക് നേടിയെടുക്കാനില്ല. നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടുക, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ലോകത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും ഒരു മരുഭൂമിയിൽ ഒരുമിച്ചുകൂടി അവരെല്ലാരും കൂങ്ങൾ ഒരിക്കലും ഇനി അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചു. അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ അധികാരത്തിൽ ഒരു ചുക്കും ഉണ്ടാവൂല. മനസ്സിലായിക്കോ? ലോകത്തുള്ള എല്ലാവരും കൂടി തീരുമാനിക്കാം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുന്നില്ല കേട്ടോ, അടച്ചവനെ ആരാധിക്കുന്നില്ല, അള്ളാഹ്ക്ക് ഒരു കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, ലോകത്തുള്ള മുഴുവനും ഒരു സ്ഥലത്തൂർ ഒരുമിച്ച് കൂടി ഫഅസമു അയ്യഅബുദുല്ലാഹ്, അവരെല്ലാവരും ദൃഢനിശ്ചയം ചെയ്തു ഞങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാം. ലാ യസാദു ഫീ മുൽഖിഹി ഷൈഉൻ, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് ഒരു അല്പം പോലും ഉയർച്ച ഉണ്ടാവുകയില്ല. അത് അല്ലാഹുവിന് കാര്യമേ അല്ല. നീ വലിയ ആരാധന നിർവഹിക്കാൻ, നിസ്കരിക്കാൻ, ഹജ്ജ് ചെയ്യാൻ, നിന്റെ ഹജ്ജ്, നിന്റെ ഉംറ, അതുകൊണ്ടൊന്നും റബ്ബിനൊരു കാര്യം കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായിക്കോ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. മനസ്സിലായിക്കോണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നിടത്തല്ല കാര്യം. നമ്മൾ ഹജ്ജ് ചെയ്യൽ കൊണ്ട്, നമ്മൾ ഉംറ നിർവഹിക്കൽ കൊണ്ട് നമുക്കാ നേട്ടം. എന്താ നേട്ടം? അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് അഥവാ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന്റെ വേളയിലോ ശിഷ്ടകാല ജീവിതത്തിലോ ഹറാമോ കറാഹത്തോ വരാതെ മാന്യമായ രീതിയിൽ ഉള്ള ജീവിതം നയിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, ഏതൊരു മുസ്ലിമത്തുണ്ടോ, തീർച്ചയായും അവരാ ഹജ്ജിലൂടെ നേടിയെടുക്കുന്നത് സ്വർഗമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹജ്ജുൽ മബ്റൂർ, സുരക്ഷിതമായ നല്ല ഹജ്ജ്, തെറ്റുകുറ്റമറ്റ നിലയ്ക്കുള്ള ഹജ്ജ് ചെയ്താൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
കുറ്റമറ്റ രീതിക്ക് ആരൊരുവൻ ഹജ്ജ് ചെയ്തോ, ഹജ്ജിനിടയിൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ ഒരാളുമായിട്ടില്ല, ഭാര്യയുമായിട്ടില്ല, ഇഹ്റാമിന്റെ വേളയിൽ പരിപൂർണമായി സൂക്ഷ്മത വെച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. വലം യഫ്സുഖ്, ഹറാമായ വാക്കുകളില്ല, ഹറാമായ നോട്ടമില്ല, ഹറാമായ ചിന്തയില്ല, ഹറാമായ പിടുത്തമില്ല, ഹറാമായ നടത്തമില്ല, ഹറാമായ മോശമായ ഒരു പ്രവർത്തനവും അവനിൽ നിന്നില്ല. നാവിനെ സംരക്ഷിച്ചവനാണ്, കണ്ണുകളെ സംരക്ഷിച്ചവനാണ്, കൈകളെ സംരക്ഷിച്ചവനാണ്, കാലുകളെ സംരക്ഷിച്ചവനാണ്. ഹൃദയത്തെ സ്ഫുടം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് ആരൊരുവൻ നിർവഹിച്ചോ, റജഅക യൗമ വലദതുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ചിട്ടതാകുന്ന ദിവസത്തിൽ എത്രത്തോളം പാപസുരക്ഷിതത്വം അവനുണ്ടോ അതേപോലെ പരിപൂർണമായ പാപസുരക്ഷിതത്വം അല്ലാഹു നൽകുമേ. നവജാത ശിശുവിനെ പോലെ മാറുവാൻ അവനെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാപസുരക്ഷിതത്വം കിട്ടും, അതുപോലെ തന്നെ സ്വർഗത്തിൽ കിടക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹലാലായ സമ്പാദ്യവുമായി പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് യാത്ര ചോദിച്ച് പുറത്തിറങ്ങുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നീ വീട്ടിൽ നിന്ന് ഇടതുകാല് വെച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആകാശ ലോകത്ത് നിന്ന് മലക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ലബ്ബൈക വസഅദൈക്, സ്വാഗതമാ, കടന്നു വരുക. നിന്റെ ഹജ്ജ് സ്വീകാര്യമാണ്, നിന്റെ ഉംറ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. എന്തേ കാരണം എന്തെന്നറിയുമോ? നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹലാലാണ്, നീ കുടിച്ചിരിക്കുന്നതായ പാനീയം ഹലാലാണ്, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നീ കഴിച്ചതാകുന്ന ഭക്ഷണവുമെല്ലാം ഹലാലാണ്. അതുകൊണ്ട് നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആകാശ ലോകത്ത് നിന്ന് മലക്ക് പറയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എയർപോർട്ടിലേക്ക് പോയിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല, ഇഹ്റാമിന്റെ നിയ്യത്ത് ചെയ്തിട്ടില്ല, അതിന്റെ സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല, മക്ക കണ്ടിട്ടില്ല, കഅബ ദർശിച്ചിട്ടില്ല, കഅബ കാണുമ്പോഴുള്ള പ്രാർത്ഥന നിർവഹിച്ചിട്ടില്ല, റുക്നുൽ യമാനി കണ്ടിട്ടില്ല, ഹജറുൽ അസ്വദ് തൊട്ടുമുട്ടിയിട്ടില്ല, പരിശുദ്ധമായ തവാഫ് നിർവഹിച്ചിട്ടില്ല, തവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കരിച്ചിട്ടില്ല, പരിശുദ്ധമായ സഫാ മർവ കണ്ടിട്ടില്ല, അതിനിടയിലുള്ള സഅയ് നിർവഹിച്ചവനല്ല, പരിശുദ്ധമായ അറഫയിലും മുസ്ദലിഫയിലും മിനയിലും അവൻ എത്തിയിട്ടില്ല, അവൻ പോയിട്ടില്ല, നിന്നിട്ടില്ല, രാപാർത്തിട്ടില്ല, അവൻ കല്ലെറിഞ്ഞിട്ടില്ല. ഒന്നും ചെയ്യാത്തവനോട് അല്ലാഹുവിന്റെ മലക്കുകൾ വീട്ടിൽ നിറങ്ങുമ്പോൾ തന്നെ ഹലാലായ സമ്പാദ്യമായിട്ടാണോ നീ വീട്ടിൽ നിറങ്ങുന്നത്? വിളിച്ചു പറയുകയാണ്, മലക്കുകൾ വിളിച്ചു പറയുകയാ, സ്വാഗതമാണ്, കടന്നു വരൂ, വിജയിച്ചു വരൂ, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഉംറയെ അല്ലാഹു ഖബൂലാക്കിയിരിക്കുന്നു. ഹജ്ജിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പോകുന്നതായ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, നിന്റെ സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ? ചിന്തിക്കണേ. ഹലാലാണെങ്കിൽ മാത്രമാണ് സ്വീകാര്യമാകുകയുള്ളൂ. ഹറാമായ സമ്പാദ്യവുമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്കിൽ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, നിന്റെ ഹജ്ജ് സ്വീകാര്യമല്ല. നീ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവനായിരിക്കാം, നീ നിരാലംബര കബലംബമായിരിക്കാം, നീ ചമക്കാല ജമാഅത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കൊടുത്തിട്ടുണ്ടാവാ, പക്ഷെ നിന്റെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കില്ല. ഏതെല്ലാം സുഹൃതങ്ങൾ ചെയ്താലും, ഏതെല്ലാം നിലയിലുള്ള സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കൊച്ചിൻ എയർപോർട്ടിലേക്ക് എത്തിയതാകുന്ന മനുഷ്യ വീട്ടിൽ നിറങ്ങുമ്പോൾ തന്നെ മലക്കുകളുടെ ശാപമാണ്. അവർ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ലാ ലബ്ബൈക വലാ സഅദൈക. ഹജ്ജ് ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് പോസ്റ്റർ എഴുതുമ്പോ ഹാജി എന്ന പേരെഴുതാൻ വരട്ടെ പ്രിയപ്പെട്ട വാപ്പാ, നോട്ടീസിൽ ഹജ്ജുമ്മ എന്ന് എഴുതിക്കോ എന്ന് വാദോരാതെ പറയരുതേ പ്രിയപ്പെട്ട ഉമ്മ. ഹറാമായ ധനമല്ലേ, ഹറാമായ പൈസയല്ലേ,
നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു തട്ടിയിരിക്കുകയാണ്. ഹജ്ജുക മർദൂദ് വ ഉംറതുക ഗൈറു മഖ്ബൂൽ. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഉംറ അല്ലാഹു ഖബൂലാക്കിയിട്ടില്ല. ഹറാമായ സമ്പാദ്യവുമായിട്ട് പരിശുദ്ധമായ കാബയെ പുൽകാൻ കടന്നു വരുന്ന മനുഷ്യ മാനവ, ഹിദായത്തിന്റെ പ്രഭവ കേന്ദ്രമാകുന്ന കാബയെ നീ കണ്ടിട്ട് കാര്യമില്ല. അല്ലാഹു നിന്റെ ഹജ്ജും ഉംറയും സ്വീകരിക്കുകയേ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ മലക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലാക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് ഹലാലായ സമ്പാദ്യവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും. അതെപ്പോഴും വേണമല്ലോ. മുൻഗാമികളായ ആളുകൾ അവർ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അവരുടെ അടുക്കലേക്ക് വന്നു തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യമാർ കൊണ്ട് വിളിച്ചു പറയുകയാണ്. വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളെ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഹലാലല്ലാത്തത് സമ്പാദിച്ചു കൊണ്ടുവരരുതേ. ചാമക്കാരിയുള്ള ഏത് ഉമ്മയാണ്, ഏത് ഭാര്യമാരാണ് സ്വന്തം ഭർത്താവിനോട് പ്രവാസ ലോകത്ത് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്? ഹലാലല്ലാത്തത് കൊണ്ടുവരരുതേ പ്രിയപ്പെട്ട വാപ്പാ, പ്രിയപ്പെട്ട പ്രിയതമാ, ഹലാലല്ലാത്തത് കൊണ്ടുവരരുതേ. അയിമ്മത്തുകളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, സ്വഹാബത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഭർത്താക്കന്മാർ ജോലിക്ക് വേണ്ടി പോകുമ്പോ 6 മാസക്കാലം കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ എന്നുള്ള തിരിച്ചറിവുള്ള ഭാര്യ ഭർത്താവിനോട് വിശപ്പിന്റെ കാഠിന്യതയിൽ നിലകൊള്ളുന്ന വേളയിൽ പോലും ഭർത്താവിനോട് പറയുകയാണ്, വിശപ്പിന് മേൽ സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്, നോമ്പ് നോറ്റ് വീടാൻ ഞങ്ങൾ തയ്യാറാണ്. ഹറാമ് കൊണ്ടുവന്ന് ഞങ്ങളെ ഭക്ഷിപ്പിക്കുന്നതിന്റെ പേരിൽ നരകം വിലക്ക് വാങ്ങാൻ തയ്യാറല്ല. നരകത്തിന്മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് ഞങ്ങളെ ഹറാമ് തീറ്റിക്കരുത്. അതുകൊണ്ട് ഹലാല് തന്നെ ഒരുമിച്ച് കൂട്ടണം. ഹലാല് തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹലാല് വരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ആദ്യ ഗവർണറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ച വ്യക്തിയാണ് സയ്യിദുനാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞുവിടാണ് യമനിലേക്ക് പ്രബോധനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവില്ല. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലയളവ് അത് ഉപേക്ഷിച്ചിട്ട് പോവാന്ന് പറയുന്നത് വിഡ്ഢികളുടെ കാര്യമാണ്. തങ്ങളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളോടൊപ്പമുള്ള ജുമാ ജമാഅത്ത്, തങ്ങളോടൊപ്പമുള്ള സഹവാസം, സൗഹൃദം അത് നഷ്ടപ്പെടുത്തിയിട്ട് ഒരു സെക്കൻഡ് എനിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. നബി തങ്ങൾ പറഞ്ഞു, പോകുന്നി ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളും നിന്റെ കൈവെള്ളയിൽ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കരണീയമാണ് നീ മുഖേന ഒരാളെങ്കിലും ഹിദായത്ത് സിദ്ധിക്കൽ, സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് വരലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു അത് കേട്ടുകൊണ്ട് പ്രവാചകന്റെ കരം പിടിച്ച് സലാം പറഞ്ഞ് യാത്ര തിരിക്കുന്നു യമനിന്റെ പ്രവിശ്യയിലേക്ക്. യമനിലെത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ പ്രബോധനം നടത്തി. നീ അവിടെ എത്തുമ്പോൾ നീ ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിനെ കുറിച്ചാണ്, അവന്റെ റസൂലിനെ കുറിച്ചാണ്. അല്ലാഹുവും റസൂലിനും ജനങ്ങൾ വിശ്വസിച്ചാൽ, ഈമാൻ പുൽകിയാൽ, പിന്നെ അവർക്ക് പരിശുദ്ധമായി നിസ്കാരം പഠിപ്പിക്കണം, പിന്നെ അവർക്ക് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, പിന്നെ അങ്ങനെ നോമ്പ്, ഹജ്ജ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. ശരി, നബി തങ്ങളുടെ പ്രബോധന മേഖല ഏറ്റെടുത്ത് അവിടെ ചെന്നു. ജനങ്ങളെ മുഴുവനും ദീനിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിക രാഷ്ട്രമായി മാറി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടം എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ അവിടുത്തെ ഗവർണറാക്കി. യമനിലെ ഗവർണറായി. ഇസ്ലാമിലെ ആദ്യ ഗവർണറാണ് ആര്? മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്ത് കാര്യവും ചോദിക്കുന്നത്, മസലകൾ തീർപ്പ് കൽപ്പിക്കുന്ന അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്ത സതീർത്ഥ്യനാണ്, കൂട്ടുകാരനാണ്.
അമീറുൽ മുഅ്മിനീനായിട്ട് വിലസുന്ന കാലഘട്ടത്തിൽ ഒരു കാര്യത്തിൽ തീരുമാനമെത്തുമ്പോൾ ബഹുമാനപ്പെട്ടവരോട് മുശാവറ നടത്തും. ആരോട്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്റെ സമുദായത്തിൽ ഹറാം ഹലാലുകളെ കുറിച്ച് ഏറ്റവും അറിവുള്ളതാകുന്ന വ്യക്തി അത് മുആദാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോടാണ് മസ്അലകൾ ചോദിക്കുന്നത്. പല മസ്അലകളും എനിക്ക് തീർപ്പ് കൽപ്പിക്കാൻ സഹായകമായത് എന്റെ സുഹൃത്ത് ഹലാൽ ഹറാമുകളെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ലൗലാ മുആദ് ലഹലക ഉമറു. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഉമർ തന്നെ നശിച്ചു പോയേനെ എന്ന് വരെ ആര് പറഞ്ഞു? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ബഹുമാനപ്പെട്ടതാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും വലിയതാകുന്ന നേതൃത്വമായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഉമ്മത്തായിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങളുടെ സമുദായത്തിനിടയിൽ ഒരു പ്രസ്ഥാനമായിരുന്നു, അറിവിന്റെ നിറകുടമായിരുന്നു മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ പ്രബോധനത്തിന് അയച്ചത്. നല്ല അറിവുള്ള വ്യക്തിയാണ്, പിഴക്കൂല. സഹാബി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സഹാബത്തിന് അശ്റത്ത തുല്യരാൻ, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സ്വർഗ്ഗം പുൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലാ തമസ്സുന്നാറു മൻ റആനി വമൻ റആനി വഹുവ മുഅ്മിനുൻ. എന്നെ വിശ്വസിച്ചുകൊണ്ട് കണ്ടതാകുന്ന ഒരു വ്യക്തി അവൻ നരകം തൊടൂല അവനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പറഞ്ഞാൽ നബിതങ്ങളെ വിശ്വസിച്ചുകൊണ്ട് നബിതങ്ങളുടെ കരം പിടിച്ചിട്ടുള്ള ഒരൊറ്റ സ്വഹാബിയും നരകം തൊടൂല. നബിയുനാ റസൂലുള്ളാഹി. വമൻ റആനി വഹുവ മുഅ്മിൻ. എന്നെ കണ്ടവർ അഥവാ എന്റെ സ്വഹാബികളെ കണ്ടു ശേഷം വന്ന താബിഈങ്ങൾ എങ്ങനെ കണ്ടു? വഹുവ മുഅ്മിൻ, വിശ്വസിച്ചുകൊണ്ടാണ് കണ്ടത് എങ്കിൽ അവരും നരകം തൊടൂല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു തആല അൻഹു യമനിലുള്ള പണക്കാരുടെ കൈവശത്തിൽ നിന്ന് സമ്പത്ത് പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള പാവപ്പെട്ടവരുടെ കൈവശത്തേക്ക് നൽകുകയാണ്. ഒരു കൊല്ലം കഴിഞ്ഞു, ഒരു ഘട്ടം കഴിഞ്ഞു, രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു, മൂന്നാമത്തെ ഘട്ടം ആയപ്പോഴത്തേക്ക് സമ്പത്തിൽ നിന്ന് ഓരോ ഘട്ടം വീതം കൊണ്ടുവന്ന് മദീനത്തേക്ക് കൊണ്ടുവരികയാണ്. മൂന്നാമത്തെ ഘട്ടം എത്തിയപ്പോ സക്കാത്തിന്റെ ഫണ്ട് മുഴുവൻ പിരിച്ചെടുത്തിട്ട് പണക്കാരിൽ നിന്ന് പിടിച്ചെടുത്ത് അതെല്ലാം കൂടി അങ്ങോട്ട് കൊണ്ടുവന്നു, മദീനത്തേക്ക് കൊണ്ടുവന്നു. അപ്പം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം, എല്ലാം അറിയാവുന്ന നീ, ഹലാലും ഹറാമും ഒക്കെ അറിയാവുന്ന നീ എന്താ ഈ ചെയ്യുന്നത്? സക്കാത്തിന്റെ വിഹിതം നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് തന്നെ വിധിക്കണ്ടേ? ഒരു നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ആ നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ വിശപ്പും പ്രയാസവും മാറ്റാൻ വേണ്ടിയിട്ടാണ് സക്കാത്ത് വിനിയോഗിക്കേണ്ടത്. മറുനാട്ടിലേക്ക് വിടാൻ പാടില്ല. അപ്പൊ നീ എന്താണ് ഈ സക്കാത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു? നിനക്ക് മസ്അല അറിയാവുന്ന ആളല്ലേ? അഅലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ കുറിച്ചല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നീ മദീനത്തേക്ക് കൊണ്ടുവന്നത്? ബഹുമാനപ്പെട്ടതാകുന്ന മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനിത് കൊണ്ടുവരാൻ കാരണം യമനിൽ ഒരു പാവപ്പെട്ടവനില്ല. സക്കാത്ത് ഞാൻ കൃത്യമായിട്ട് സിസ്റ്റമായി കൊടുത്തതിന്റെ പേരിൽ ഒരു പട്ടിണി കിടക്കുന്ന ഒരു പാവപ്പെട്ട ഫഖീർ മിസ്കീനുകളും ഖുർആൻ പറഞ്ഞതാകുന്ന കടക്കാരടക്കമുള്ളതാകുന്ന 8 സവിശേഷതയുള്ള ആളുകൾ ഒരാൾ പോലും അവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മദീനത്തേക്ക് കൊണ്ടുവന്നത് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള സ്വർണവും വെള്ളിയും കൈവെള്ളയിൽ വന്നിട്ട് പോലും കയ്യിൽ ഒരു നയാ പൈസ ഇല്ലാതെയാണ് ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോകുന്നത്. അവസാനം ഇവിടുത്തെ വഫാത്ത് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്, പഠിച്ചു വെക്കണേ. ബഹുമാനപ്പെട്ടവർ കടക്കുകയാണ്. ഒതുവെടുത്തുകൊണ്ട് നല്ല രീതിയിൽ കടക്കുന്ന വേളയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര് നോക്കി നിൽക്കേ. ബഹുമാനപ്പെട്ടവർ വിളിച്ചു പറയുകയാണ്, മർഹബൻ ബിൽ മൗത് മർഹബൻ ബിഹബീബി ജഅല ഫഖാ. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. അസ്റായീൽ അലൈഹിസ്സലാമിനെ കൈ നീട്ടിക്കൊടുത്ത് മുസാഫഹത്ത് ചെയ്തുകൊണ്ട് വിളിച്ചു പറയുകയാണ്, മർഹബൻ ബിൽ മൗത്, മരണമേ സ്വാഗതമാണ്. മർഹബൻ ബിഹബീബി, എന്റെ കൂട്ടുകാരാ സ്വാഗതമാണ്. മർഹബൻ ബിഹബീബി ജഅല ഫഖാ. ദാരിദ്ര്യത്തിന്റെ പ്രഥമ കാഷ്ടയിൽ ഞാൻ നിലകൊള്ളുമ്പോഴാണല്ലോ നീ എന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. എനിക്ക് സന്തോഷമാണ്. സ്വാഗതമാണ്.
സ്വാഗതമാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അസ്റായിൽ അലൈഹിസ്സലാമിന് കൈകൊടുത്ത് ഷഹാദത്ത് കലിമ ഉറക്കെ ചൊല്ലിക്കൊണ്ട് വഫാത്തായി എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോ ചാമക്കാലിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ എനിക്കും നിങ്ങൾക്ക് മരിക്കേണ്ടതില്ലേ? ഹലാല് സമ്പാദിച്ചു വേണ്ടി ഒരുമിച്ച് കൂട്ടിക്കോ. ഹലാലല്ലാത്തൊരു നയാ പൈസ നമ്മുടെ കൈകളിലേക്ക് വേണ്ട. നല്ല മരണം വേണോ? അസ്റായിൽ അലൈഹിസ്സലാം കൈപിടിച്ചുകൊണ്ട് മുസാഫഹത്ത് ചെയ്തു തീരുന്ന നല്ല ഒരു മരണം നമുക്ക് സാധ്യം വേണോ? സ്വർഗം പുൽകണോ? ഹലാല് സമ്പാദിച്ചുകൊണ്ട് ഹറാമല്ലാത്ത മേഖലകളിൽ നിന്ന് പരിപൂർണമായി തിരിഞ്ഞു നിന്ന് ഹറാമായ മേഖലകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഹലാലായ മേഖലകളിലേക്ക് പരിപൂർണമായി ഹൃദയത്തെ, ശരീരത്തെ, മനസ്സിനെ പരിപൂർണമായി തിരിച്ചുകൊണ്ട് നിലകൊള്ളണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിലൂടെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് തൗഫീഖ് നൽകണേ. അല്ലാ, നീ തൗഫീഖ് നൽകണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹലാലായ സമ്പാദ്യവുമായി പുണ്യമാക്കപ്പെട്ട ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു തൗഫീഖാണ്. അങ്ങനെ ചെയ്താൽ സ്വർഗ്ഗം ഉറപ്പാണ്. അത് കിട്ടാനാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവൊന്നുമല്ല, ഇതൊന്നുമല്ല ജീവിതം, ആഖിറമാണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഏറ്റവും കരണീയവും ഏറ്റവും ശാശ്വതത്വവും ഏതാണ്? ആഖിറമാണ്. അത് നമുക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ ഇപ്പൊ എന്തായാലും അൽഹംദുലില്ലാഹ് കിട്ടേണ്ടതൊക്കെ കിട്ടി. വീട്, കാര്യങ്ങൾ, മക്കൾ, കുടുംബം ഒക്കെ ഉണ്ട്. ഇനി റാഹത്തായ ഹജ്ജ് ചെയ്ത് നല്ല ജീവിതം നയിക്കാം. ആ ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്ന് നല്ല ശിഷ്ടകാല ജീവിതം നന്നാക്കണം. അതാണ് മബ്റൂർ എന്ന് പറയുന്നത്. മബ്റൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റായി നിസ്കാരം, അനാവശ്യമായ പ്രവണതകളിൽ. ഏറ്റവും വലിയ കുറ്റക്കാരൻ ആരാണ്? 3 പേരാണ് സ്വർഗത്തിൽ കടക്കയില്ല. 3 പേർ. 1 മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, 2 ലഹരി നുണയുന്നവൻ, 3 അദ്ദയൂസ്. ദയൂസ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ്. സ്വന്തം കുടുംബത്തിൽ എപ്പോഴും തെറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതം മൂളി നടക്കുന്നതായ പ്രായം ചെന്ന രക്ഷിതാക്കളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തലമുടി നരച്ച, താടിമുര നരച്ചതാകുന്ന ആളുകൾ, കള്ളിലും കഞ്ചാവിലും ലഹരിയിലും വീട്ടിൽ നടക്കുന്ന എല്ലാ അശ്ലീലതകൾക്കും ചുക്കാൻ പിടിക്കുന്നതാകുന്ന ചില രക്ഷിതാക്കൾ, അവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ. നരകത്തിന്റെ അടിത്തട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു കാവൽ നൽകട്ടെ. കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال، وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. شذرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية، صاحب القبضة الأصلية والبهجة السنية والرتبة العلية من درجة النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله ويا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്. ഹൃദയത്തിൽ നഖന്തേ നീക്കം ചെയ്യണേ അല്ലാഹ്. അഹങ്കാരത്തെ നീക്കണേ അല്ലാഹ്. ലോകമാന്യത നീക്കണേ അല്ലാഹ്. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാഹ്. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ രോഗശമനം നൽകണേ അല്ലാഹ്. പനിയുള്ളവരുണ്ട്, കഫക്കെട്ടുള്ളവരുണ്ട്, തൊണ്ടവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ
ബുദ്ധിമുട്ടുന്നവരുണ്ട്, തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മൈഗ്രീൻ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കൈകാലുകൾ തരിപ്പുള്ളവരുണ്ട്, കടച്ചിലുള്ളവരുണ്ട്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, അൾസർ ഉള്ളവരുണ്ട്, അരിശസ് ഉള്ളവരുണ്ട്, അസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചു പോയവരുണ്ട്, വാൽവ് തകരാറിലായവരുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരുണ്ട്, വെരിക്കോസ് വെയിനിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട്, യൂറിക് ആസിഡിന്റെ പ്രയാസം പറഞ്ഞവരുണ്ട്, മാരകമാകുന്ന ക്യാൻസർ ബാധിതരുണ്ട്, പലവിധമാകുന്ന രോഗങ്ങൾ കൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ചിന്താശക്തി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അൽഷമേഴ്സിന്റെ രോഗമുള്ളവരുണ്ട്. പരിപൂർണമായ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സഹോദര സഹോദരിമാരുണ്ട്, പൂർണ്ണമായ ആഫിയത്ത് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഈ മഹല്ലത്തിന് നൽകിയിട്ടുള്ള ഇസ്സത്ത് നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. ആരെല്ലാം അതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണയ്ക്കുന്നവരുണ്ടോ സർവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. അനുയോജ്യരാകുന്ന ഇണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ള ഇണകളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹായ മക്കളെ നൽകണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ. 5 വഖ്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മാതാപിതാക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ റബ്ബേ. കള്ളു കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന, സിനിമ കണ്ട്, സീരിയൽ കണ്ട് മോശപ്പെട്ട തരത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തെ, ഹൃദയത്തെ മലീമസമാക്കുന്ന മക്കളെ തൊട്ട് തലമുറയെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാവലിലാക്കണേ അല്ലാ. പറഞ്ഞാൽ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. നാളെ ഞങ്ങളുടെ മക്കളുടെ പ്ലസ് റിസൾട്ട് വരികയാണ്, ഉന്നത വിജയം നൽകണേ അല്ലാ. ഇന്ന് റിസൾട്ട് വന്ന മക്കളടക്കം, SLCയുടെ റിസൾട്ട് വന്ന മക്കളടക്കം ഞങ്ങളുടെ മക്കളെയല്ല സാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ. നമസ്കാരമുള്ളവരാക്കണേ അല്ലാ. ദീനുമായി ബന്ധമുള്ളവരാക്കണേ റബ്ബേ. വഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ബന്ധം വെക്കുന്ന, ഹൃദയ ബന്ധമുള്ളതാകുന്ന വക്താക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അതിലൂടെ അർശിന്റെ തണൽ ഞങ്ങൾക്ക് ഇട്ടു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ മഹല്ലുകളിൽ, പരിസര മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്തിവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങളുണ്ട്. പരിപൂർണമായ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഫലസ്തീന മക്കൾക്ക്, ഇറാനിലെ മക്കൾക്ക് പരിപൂർണമായ ഭോജനം നൽകണേ അല്ലാ. സംരക്ഷണം നൽകണേ അല്ലാ. ഖൈറായ നാഫിയായ മഴ ഞങ്ങൾക്ക് നീ വർഷിച്ച് നൽകണേ അല്ലാ. പ്രയാസപ്പെടുത്താത്ത നല്ല മഴ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളാണ്. ഖൈറായ മഴ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. സർവോപരി ആഖിബത്ത് നന്നാക്കി നൽകണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.